Important things believers must know. Malayalam language. യോഹന്നാൻ സ്നാപകനും അവന്റെ അമ്മയും പിതാവും എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായിരുന്നു. അമ്മയുടെ ഗർഭത്തിൽ തന്നെ യോഹന്നാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരുന്നു. ലൂക്കോസ് രാത്രി 1 മണി കഴിഞ്ഞ് 16:17 അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിക്കും. 17 അവൻ ഏലിയാവിന്റെ ആത്മാവിലും ശക്തിയിലും അവന്റെ മുമ്പിൽ നടക്കും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണക്കേട് കാണിക്കുന്നവരെ നീതിമാന്മാരുടെ ജ്ഞാനത്തിലേക്കും തിരിച്ചുവിടാനും കർത്താവിനായി ഒരുങ്ങിയിരിക്കുന്ന ഒരു ജനത്തെ ഒരുക്കാനും. ചോദ്യം: യോഹന്നാൻ സ്നാപകനെപ്പോലെയുള്ള ശക്തനായ ഒരു മനുഷ്യൻ ഇസ്രായേലിനുവേണ്ടി ദൈവവുമായുള്ള തന്റെ നിയോഗം മാറ്റി ജാതികളെ സ്നാനപ്പെടുത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, പ്രവൃത്തികൾ എന്നീ 5 പുസ്തകങ്ങളിൽ യേശു തന്നെക്കാൾ ശക്തനാണെന്ന് യോഹന്നാൻ സ്നാപകൻ വിശദീകരിച്ചു. താൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുമെന്നും യേശു പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുമെന്നും അവൻ പറഞ്ഞു. യേശു പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കപ്പെടുകയും അതേസമയം ശാരീരികവും ആത്മീയവുമായ നീതി നിറവേറ്റുകയും ചെയ്തു. ലൂക്കോസ് അനുപാതം 4:1. പിന്നെ യേശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി യോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. യേശുവിന്റെ അമ്മയായ മറിയ മുകളിലത്തെ മുറിയിൽ ആത്മാവ് നിറഞ്ഞവളായിരുന്നു. പ്രവൃത്തികൾ രാത്രി 1 മണി കഴിഞ്ഞ് 13:14 അവർ അകത്തു കടന്നപ്പോൾ അവർ താമസിച്ചിരുന്ന മാളിക മുറിയിലേക്ക് കയറി. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ആൻഡ്രു, ഫിലിപ്പ്, തോമസ്, ബർത്തലോമിയോ, മത്തായി, അൽഫായിയുടെ മകൻ യാക്കോബ്, എരിവുകാരനായ ഷിമോൻ, യാക്കോബിന്റെ മകൻ യൂദാസ് എന്നിവർ. 14 ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഏകമനസ്സോടെ പ്രാർത്ഥനയിലും യാചനയിലും തുടർന്നു. പ്രവൃത്തികൾ അനുപാതം 2:1-4. പെന്തക്കോസ്ത് നാൾ പൂർണ്ണമായി വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമനപ്പെട്ട് കൂടിയിരുന്നു. 2 പെട്ടെന്ന് ആകാശത്തുനിന്ന് ഒരു കൊടുങ്കാറ്റിന്റെ ശബ്ദമുണ്ടായി. അത് അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. 3 അപ്പോൾ തീ പോലുള്ള പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഓരോരുത്തരുടെയും മേൽ ഒന്ന് ഇരുന്നു. 4 അവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് അവർക്ക് ഉച്ചാരണം നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ജാതികൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേറ്റു, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, അന്യഭാഷകളിൽ സംസാരിച്ചു. ചോദ്യം: ജാതികൾക്ക് എന്ത് സംഭവിച്ചു? എല്ലാ ക്രിസ്ത്യാനികളെയും വിശുദ്ധന്മാരെയും കൊന്നൊടുക്കി. പണം, ശക്തി, നിയന്ത്രണം എന്നിവ കാരണം ദുഷ്ടരായ ശാരീരിക നീതിമാന്മാർ എന്ന് വിളിക്കപ്പെടുന്ന വിശ്വാസികൾ അവരുടെ വ്യക്തിപരമായ നേട്ടത്തിനായി ആത്മാവിനെ നീതിമാന്മാരായി കൊന്നു. ജാതികൾ നേരിടുന്ന പ്രതിസന്ധി പാസ്റ്റർമാർക്കും നേതാക്കൾക്കും മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു. കാര്യങ്ങൾ ദൈവവുമായുള്ള ഒരു ക്രമത്തിലാണ് ചെയ്യുന്നത്. ദൈവത്തിൽ നിന്ന് യേശുവിനിലേക്കും യേശുവിൽ നിന്ന് ശിഷ്യന്മാരിലേക്കും ഉള്ളതാണ് കൽപ്പന. അതുകൊണ്ടാണ് മത്തായി അനുപാതം 28:19 ശിഷ്യന്മാർക്ക് നിയോഗം ലഭിച്ചത്. അതിനാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യരാക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ സ്നാനം കഴിപ്പിക്കുക. യോഹന്നാൻ രാത്രി 8 മണി കഴിഞ്ഞ് 21 യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ശിഷ്യന്മാരോട്, ക്രിസ്ത്യാനികളോട് സംസാരിച്ചുകൊണ്ട്. ക്രിസ്ത്യാനികൾ എന്നും വിശുദ്ധന്മാർ എന്നും വിളിക്കപ്പെട്ട ശിഷ്യന്മാരെ യേശു അയക്കുന്നു. പ്രവൃത്തികൾ പകൽ 11 മണി കഴിഞ്ഞ് 26 ഒരു ശിഷ്യൻ ഒരു ക്രിസ്ത്യാനിയാണ്. അന്ത്യോക്യയിൽ വെച്ചാണ് ശിഷ്യന്മാരെ ആദ്യം ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത്. അതിനാൽ സത്യത്തിന്റെ ആത്മാവുള്ളവരായതിനാൽ ക്രിസ്ത്യാനികൾക്കും വിശുദ്ധന്മാർക്കും മാത്രമേ വിശ്വാസികളെ സത്യം പഠിപ്പിക്കാൻ കഴിയൂ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. ലൂക്കോസ് അനുപാതം 8:9-10. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, ഈ ഉപമയുടെ അർത്ഥമെന്താണ്? 10 അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. എന്നാൽ ബാക്കിയുള്ളവർക്ക് അത് ഉപമകളിലൂടെ നൽകിയിരിക്കുന്നു. അത് കണ്ടിട്ടും കാണാതിരിക്കാനും കേട്ടിട്ടും മനസ്സിലാകാതിരിക്കാനും വേണ്ടിയുള്ളതാണ്. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്ത്യാനികളും വിശുദ്ധന്മാരുമായി മാറിയ വിജാതീയർ കൊല്ലപ്പെട്ടതാണ് പ്രതിസന്ധി.
അവർക്ക് സത്യം പഠിപ്പിക്കാൻ ആരുമില്ല. അത് പരിഹാസ്യമായി തോന്നാം, പക്ഷേ അത് സത്യമാണ്. കൊലപാതകത്തിനു ശേഷം വിഭാഗങ്ങളുടെ തുടക്കം. സത്യം ആർക്കും അറിയാത്തതുകൊണ്ടാണ് അവർ തുടങ്ങിയത്. മനുഷ്യന്റെ ആത്മാവിന്റെ ഭാഗത്തെക്കുറിച്ച് അവർക്ക് ഒന്നും അറിയില്ലായിരുന്നു. അവർക്ക് ശാരീരിക ആരാധന മാത്രമേ അറിയൂ. അതിനാൽ അവർ ജൂതന്മാർക്കുള്ള ജലസ്നാനം ആരംഭിക്കുന്നു. സത്യം അറിയാതെ പാസ്റ്റർമാർ യോഹന്നാൻ പുലർച്ചെ 3 മണി കഴിഞ്ഞ് 16 മിനിറ്റിനെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പഠിപ്പിക്കുന്നു. കാരണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകി. പാപമോചനം ലഭിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുമെന്ന് പലരും പറയുന്നു. അത് സത്യമല്ല. യോഹന്നാൻ പുലർച്ചെ 3 മണി കഴിഞ്ഞ് 16 മിനിറ്റ് യോഹന്നാൻ അനുപാതം 3:5 പരാമർശിക്കുന്നു. യേശു മറുപടി പറഞ്ഞു, തീർച്ചയായും ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരാൾ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. വെള്ളത്തിൽ ജനിക്കുക എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ആത്മാവിനെ സ്വീകരിച്ചു എന്നാണ്. ആത്മാവിനാൽ ജനിക്കുക എന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനെയും സത്യാത്മാവിനെയും സ്വീകരിച്ചു എന്നാണ്. ദൈവരാജ്യം നിത്യജീവനാണ്. യോഹന്നാൻ പുലർച്ചെ 3 മണി കഴിഞ്ഞ് 16 മിനിറ്റും യോഹന്നാൻ അനുപാതം 3:5 ഒരേ സന്ദേശം നൽകുന്നു. അവ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ നിർവചിക്കുന്നു. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനും നിത്യജീവൻ നേടാനും നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും സത്യാത്മാവും ഉണ്ടായിരിക്കണം. നിങ്ങൾ വെളിച്ചത്തിലേക്ക് വരികയാണോ അതോ ഇരുട്ടിൽ നിൽക്കുകയാണോ?